Hello students, welcome back. The next topic is oxides of nitrogen. Nitrogen forms a number of oxides in different oxidation states. നമുക്ക് ഒരുപാട് ഓക്സൈഡുകളുടെ ഫോർമുലാസ് ആൻഡ് their names are given here. ഇവിടെ പേരുകളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ പേരുകൾ വരിക, എങ്ങനെയാണ് അതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ആദ്യത്തേത് the first one is N2O. ഓക്സിജന് -2 ആണ്, സോ നൈട്രജന് +1 × 2. നൈട്രജൻ ഏറ്റവും ലോവസ്റ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് +1 സ്റ്റേറ്റിൽ നിൽക്കുന്ന ഒരു ഓക്സൈഡാണ് N2O. അപ്പോൾ അതിൻ്റെ ഒരു പേരെന്ന് പറയുന്നത് നൈട്രജൻ ഓക്സൈഡാണ്. നൈട്രജൻ എന്ന് എഴുതുക, ഓക്സിഡേഷൻ സ്റ്റേറ്റ് റോമൻ ന്യൂമറൽസിൽ 1 എന്ന് കൊടുക്കുക, നൈട്രജൻ 1 ഓക്സൈഡ്. ഓക്കെ, ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ഡൈ നൈട്രജൻ ഓക്സൈഡ്. രണ്ട് നൈട്രജനും ഓക്സിജനുമാണ്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ഡൈ നൈട്രജൻ ഓക്സൈഡ്. ദ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഈസ് +1. ഡൈ നൈട്രജൻ ഓക്സൈഡ്, നൈട്രജൻ 1 ഓക്സൈഡ്, N2O +1. ഇതിൻ്റെ കോമൺ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദാറ്റ് ഈസ് നോട്ട് ദാറ്റ് മച്ച് ഇമ്പോർട്ടൻറ്റ്. ഇതുവരെ അത് ചോദിച്ചിട്ടില്ല. ഓക്കെ, ബട്ട് ഇറ്റ്സ് പ്രോപ്പർട്ടീസ്. ഇറ്റ് ഈസ് എ കളർലെസ് ഗ്യാസ് ആൻഡ് ഇറ്റ് ഈസ് ന്യൂട്രൽ ഇൻ നേച്ചർ. ഇറ്റ് ഈസ് എ ന്യൂട്രൽ ഓക്സൈഡ്. ഓക്കെ, ആൻഡ് ദ സെക്കൻഡ് ഓക്സൈഡ് ഈസ് NO. NOയിൽ ഓക്സിജൻ -2, ഇത് +2. അപ്പോൾ അതിൻ്റെ പേര് നൈട്രജൻ 2 ഓക്സൈഡ്. നൈട്രജൻ 2 ഓക്സൈഡ് ആൻഡ് ഇറ്റ് ഈസ് നൈട്രജൻ മോണോക്സൈഡ്. മറ്റത് ഡൈ നൈട്രജൻ ഓക്സൈഡ് ആയിരുന്നു, ഇത് നൈട്രജൻ മോണോക്സൈഡാണ്. +2 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ്, അതും കളർലെസ് ഗ്യാസാണ്, ന്യൂട്രലാണ്. ലോവസ്റ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ +1ലും +2ലും കളർലെസ് ഗ്യാസാണ്, ന്യൂട്രലാണ്. ഓക്കെ, ആൻഡ് അടുത്തത് that is third one is N2O3. -2 × 3 +3 × 2. Nitrogen is in +3 oxidation state. It is in +3 oxidation state, and its name is dinitrogen trioxide. Dinitrogen trioxide or nitrogen 3 oxide ആണ്. Nitrogen 3 oxide. Okay. But it is nitrogen 3 oxide, but it is a blue solid. Okay, it is a blue solid and it is acidic in nature. As the oxidation state increases, the acidic nature of these oxides increases. Okay, അപ്പോൾ നമ്മൾ N2O പറഞ്ഞു, NO പറഞ്ഞു, N2O3 +1 +2 +3 oxidation state. First one is colorless gas, neutral. Second one colorless gas, neutral. Then third one blue solid and it is acidic. ആൻഡ് അതിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ള ഓക്സൈഡാണ് നാലാമത്തത്, ദാറ്റ് ഈസ് NO2. ഓക്കെ, NO2ൽ -2 × 2 ആൻഡ് ദിസ് ഇസ് +4 ആൻഡ് ദാറ്റ് ഈസ് നൈട്രജൻ 4 ഓക്സൈഡ്. നൈട്രജൻ 4 ഓക്സൈഡ് ആൻഡ് ഇറ്റ് ഈസ് നോൺ ആസ് നൈട്രജൻ ഡയോക്സൈഡ്. ദിസ് ഇസ് നൈട്രജൻ dioxide, nitrogen 4 oxide +4 oxidation state. It is a brown gas and it is acidic. നമ്മൾ നൈട്രേറ്റിൻ്റെ ടെസ്റ്റ് ചെയ്യുമ്പോൾ, പേപ്പർ ബോൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ പുറത്തേക്ക് വരുന്ന ഗ്യാസാണ് NO2. അത് അസിഡിക് ആണ്, ബ്രൗൺ ഗ്യാസ് ആണ്. ഹോപ്പ് യു റിമെമ്പർ ദാറ്റ്. അടുത്തത് NO2ൻ്റെ ഡൈമറാണ്, ദാറ്റ് ഈസ് N2O4. N2O4 ഈസ് എ ഡൈമർ ഓഫ് NO2. ഇത് ഡൈമറൈസ് ചെയ്തിട്ടാണ് N2O4 ഫോം ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് അതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കൊടുക്കുകയാണെങ്കിൽ -2 × 4 ആൻഡ് ദിസ് ഇസ് +4 × 2. That is again in +4 oxidation state. Okay, and that is dinitrogen tetraoxide. Tetraoxide, and that is also nitrogen 4 oxide. This is also nitrogen 4 oxide. This is also nitrogen 4 oxide. ആ പേര് അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് അതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് മാത്രമാണ്. ആൻഡ് ദ നെക്സ്റ്റ് ഈസ് ദ സിക്സ്ത് വൺ ഈസ് N2O5. That is in +5 oxidation state. That is nitrogen pentaoxide. Okay, dinitrogen pentaoxide or nitrogen 5 oxide. അതിന് മുമ്പത്തെ പ്രോപ്പർട്ടി നമ്മൾ പറഞ്ഞിട്ടില്ല. അതൊരു കളർലെസ് സോളിഡ് ആണ് ഓർ ലിക്വിഡ് ആണ്. കളർലെസ് സോളിഡ് ഓർ മേ ബി ലിക്വിഡ് ആൻഡ് ഇറ്റ് ഈസ് അസിഡിക്. Okay, and dinitrogen pentoxide N2O5 is colorless solid and it is acidic. അവസാനത്തെ 4ഉം അസിഡിക് ആണ്. ഓക്കെ, ഇത് ബ്ലൂ സോളിഡ്, ഇത് ബ്രൗൺ ഗ്യാസ്, ഇത് കളർലെസ് സോളിഡ്. ആദ്യത്തെ രണ്ടും ന്യൂട്രലാണ്. ഓക്കെ, എല്ലാം എന്താണ്, നോൺ മെറ്റൽ ഓക്സൈഡ്സ് ആണ്. അതിൽ ന്യൂട്രൽ ഓക്സൈഡും ഉണ്ട്
ആസിഡിക് ഓക്സൈഡും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഓക്സൈഡുകളുടെ ജനറൽ ആയിട്ടുള്ള പ്രോപ്പർട്ടീസും അതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റും അതേപോലെ അതിൻ്റെ പേരും. ചിലപ്പോൾ ചോദിക്കുക give the name of 2 അല്ലെങ്കിൽ 3 oxides of nitrogen, okay, and their properties എന്ന ക്വസ്റ്റ്യൻ വരാം. മറ്റൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറയുന്നത് ദാറ്റ്സ് അബൌട്ട് ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ ആൻഡ് ദാറ്റ് ഈസ് ഇറ്റ്സ് സ്ട്രക്ചർ ഓഫ്. ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഏതെങ്കിലും രണ്ട് ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ്റെ സ്ട്രക്ചേഴ്സ് വരക്കാൻ. സ്ട്രക്ചേഴ്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ VSEPR തിയറിയോ അല്ലെങ്കിൽ നമ്മൾ ഹൈബ്രിഡൈസേഷൻ കോൺസെപ്റ്റോ യൂസ് ചെയ്തിട്ടത് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിന് ആദ്യത്തേത് ഫസ്റ്റ് ഓക്സൈഡ് എന്താണ്? N2O ആണ്. N2O. അപ്പോൾ ഇതിൽ എത്ര ഇലക്ട്രോൺസ് ബോണ്ടിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്, എത്ര എണ്ണം ലോൺ പെയർ ആയിട്ടുണ്ട്? വാലൻസ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട് നോക്കണമെങ്കിൽ നൈട്രജനിൽ 5 ഇലക്ട്രോൺ ഉണ്ട്, 2 നൈട്രജൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ 5 × 2 + 6 ഫ്രം ഓക്സിജൻ. സോ ദർ ആർ 16 വാലൻസ് ഇലക്ട്രോൺസ്. ഓക്കെ, അപ്പോൾ അവിടെ ഒരു നൈട്രജൻ, അഗെയിൻ എ നൈട്രജൻ ആൻഡ് ദർ ഇസ് എൻ ഓക്സിജൻ. ഏറ്റവും മോസ്റ്റ് ഇലക്ട്രോ നെഗറ്റീവ് എന്തായിരിക്കും? എൻഡ് ആറ്റം ആയിരിക്കും, ടെർമിനൽ ആറ്റം ആയിരിക്കും. എന്നിട്ട് അതിൻ്റെ ഇടയിൽ സിംഗിൾ ബോണ്ടുകൾ കൊടുക്കുക. സിംഗിൾ ബോണ്ട് കൊടുത്തതിന് ശേഷം ലൂയിസ് ഡോട്ട് സ്ട്രക്ചറാണ് വരക്കുന്നത്. ഒരു എൻഡിലുള്ള ആൾക്ക് ഒക്റ്ററ്റ് കംപ്ലീറ്റ് ചെയ്യാം. 1 2 3 4 5 6. ഓക്കെ, അപ്പോൾ ഇവർക്ക് ഒക്റ്ററ്റ് കംപ്ലീറ്റ് ചെയ്തു. 1 2 3 4 5 6 7 8. ഓക്കെ, മൊത്തം എത്ര? 16 ഉള്ളത്. ഇവിടെ എത്രയായി? 8 ആയി. ഇവിടെ 2, അപ്പോൾ 10 ആയി. ഇനി 6 ഇലക്ട്രോൺസ് ഉണ്ട്. ദാറ്റ് 6 ഇലക്ട്രോൺസ് 1 2 3 4 5 6. ആൻഡ് ദിസ് ഈസ് എ ട്രയൽ ആൻഡ് എറർ മെത്തേഡ്. ഇവിടെ 8 ആയി, ഇവിടെ 8 ആയി, പക്ഷേ ഇതിന് 4 ആയിട്ടേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ ഉള്ള ഒരു ലോൺ പെയറിനെ അവിടെ ബോണ്ടാക്കിയിട്ട് എഴുതുക. ഓക്കെ, ചേഞ്ച് ദ ലോൺ പെയർ ഇൻ ടു ബോണ്ട് പെയർ. അപ്പോഴും അതിനെത്രയായി? 1 2 3 4 5 6 ആയിട്ടേ ഉള്ളൂ. അപ്പോൾ അടുത്ത ഓക്സിജനിലുള്ള ലോൺ പെയറിനെ എടുത്തിട്ട് ഇവിടെയും ഡബിൾ ബോണ്ടാക്കി എഴുതുക. ഓക്കെ, ദാറ്റ് ഈസ് വൺ ഓഫ് ദ സ്ട്രക്ചർ. അപ്പോൾ അവിടെ സ്ട്രക്ചറിൽ N ഡബിൾ ബോണ്ട് O കാണാതെ പഠിച്ചു നോക്കുകയും ചെയ്യാം. ആൻഡ് ഹിയർ ഈസ് എ ലോൺ പെയർ, ഹിയർ ഈസ് എ ലോൺ പെയർ, ഹിയർ ഈസ് എ ലോൺ പെയർ, ഹിയർ ഈസ് എ ലോൺ പെയർ. ഓക്കെ, അങ്ങനെയാണത് വരുന്നത്. അപ്പോൾ ഇത് അതിൻ്റെ ഒരു സ്ട്രക്ചറാണ്. ഇനി ഇതിൽ വേണമെങ്കിൽ വേറൊരു പോസിബിലിറ്റി എന്ന് പറയുന്നത് ഈ ലോൺ പെയറിന് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഈ ലോൺ പെയറിന് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാം. ആൻഡ് ദാറ്റ് ഈസ് യു ആർ ഗെറ്റിംഗ് N, ഒരു ലോൺ പെയർ അവിടെ ബാക്കിയുണ്ട്, ട്രിപ്പിൾ ബോണ്ട് N. അപ്പോൾ ഈ എന്ത് ചെയ്യുക? ബോണ്ട് പെയർ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യാം. ഓക്കെ, സോ ദാറ്റ് ഈസ് സിംഗിൾ ബോണ്ട് O. ഇവിടെ എന്തുണ്ട്? 3 ലോൺ പെയർ. എന്താ സംഭവിച്ചത്? ഇതിങ്ങനെ ഇങ്ങോട്ടേക്ക് ട്രിപ്പിൾ ബോണ്ടായിട്ട് ഇതിങ്ങനെ ഇങ്ങോട്ടേക്ക്. അപ്പോഴും എല്ലാവർക്കും എന്ത് ചെയ്തിട്ടുണ്ട്? ഒക്റ്ററ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഒന്നെങ്കിൽ 2 ഡബിൾ ബോണ്ടായിട്ട് നിൽക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക? ഒരു ട്രിപ്പിൾ ബോണ്ട്, ഒരു സിംഗിൾ ബോണ്ടായിട്ടും ഇതിന് നിൽക്കാം. സോ ദർ ആർ 2 പോസിബിലിറ്റീസ്. അപ്പോൾ ഗീവ് ദ സ്ട്രക്ചേഴ്സ്, ചിലപ്പോൾ ഗീവ് ദ റെസൊണൻറ്റ് സ്ട്രക്ചേഴ്സ് എന്ന് ചോദിക്കാം. ഗീവ് ദ സ്ട്രക്ചേഴ്സ് എന്ന് ചോദിച്ചാൽ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. ഗീവ് ദ റെസൊണൻറ്റ് സ്ട്രക്ചേഴ്സ് എന്ന് ചോദിച്ചാൽ 2 എഴുതണം. അപ്പോൾ പോസിബിലിറ്റി എന്താണ്? 2 ഡബിൾ ബോണ്ട്സ് അല്ലെങ്കിൽ ഒരു ട്രിപ്പിൾ ബോണ്ട് ആൻഡ് സിംഗിൾ ബോണ്ട്. ദാറ്റ് ഈസ് അബൌട്ട് ദ സ്ട്രക്ചർ ഓഫ് ഫസ്റ്റ് ഓക്സൈഡ് ഓഫ് നൈട്രജൻ ആൻഡ് ദാറ്റ് ഈസ് ഗിവൺ ഹിയർ. ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് NO, നൈട്രജൻ മോണോക്സൈഡ്. അതിൽ 5 ഇലക്ട്രോൺസ് വാലൻസ് ഷെല്ലിൽ, നൈട്രജനിൽ 6 ഇലക്ട്രോൺസ് 11. ദിസ് ഈസ് എ ഓഡ് ഇലക്ട്രോൺ മോളിക്യൂൾ. ഒരിക്കലും ഒക്റ്ററ്റ് കംപ്ലീറ്റ് ചെയ്യില്ല. ഇപ്പം നൈട്രജൻ ഉണ്ട്, അവിടെ ഒരു ഓക്സിജൻ ഉണ്ട്, ആൻഡ് ഐ ഹാവ് ഗിവൺ എ സിംഗിൾ ബോണ്ട്. എൻഡ് ആറ്റം, ഇലക്ട്രോണെഗറ്റിവിറ്റി കുറഞ്ഞ ആറ്റമാണ് സെൻട്രൽ ആറ്റം. അപ്പോൾ എൻഡ് ആറ്റത്തിന് 1 2 3 4 5 6 7 8 ആയി. ആൻഡ് 1 2 3. ഓക്കെ, അപ്പോൾ ഇവിടെ 11 ഇലക്ട്രോൺസും കൊടുത്തു, പക്ഷേ ഇവിടെ ഒക്റ്ററ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇതിലുള്ളത് ഇങ്ങോട്ടേക്ക് മാറ്റി എഴുതി. സോ ദിസ് ഈസ് എ ഡബിൾ ബോണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ സ്ട്രക്ചറിൽ ഒരു സിംഗിൾ ഇലക്ട്രോൺ ഉള്ളത് നൈട്രജനിലാണ്. ആൻഡ് ദ നെക്സ്റ്റ് പോസിബിലിറ്റി ഈസ് നൈട്രജൻ, oxygen, and there is a double bond, and here 2 lone pair, and ഓക്സിജൻ്റെ മേലെ ഒരു ലോൺ പെയറും പിന്നെന്താണ്? ഒരു സിംഗിൾ ഇലക്ട്രോണും. അപ്പോൾ ഓഡ് ഇലക്ട്രോൺ നൈട്രജൻ മേലുള്ള ഒരു പോസിബിലിറ്റിയും ഓഡ് ഇലക്ട്രോൺ ഓക്സിജൻ മേലുള്ള ഒരു പോസിബിലിറ്റിയും, ദാറ്റ് ഈസ് NO. ഓക്കെ, ആൻഡ് ദിസ് ഷേപ്പ് നമ്മൾ മിനിമം 2-3 ആറ്റങ്ങളെങ്കിലും ഉള്ളതിനെയാണ് നമ്മൾ ഷേപ്പ് പറയാം. 3 ആറ്റങ്ങളെങ്കിലും വേണം. ഓക്കെ, ഷേപ്പ് പറയാം. 2 ആറ്റമുള്ള എന്തായാലും ആ ഒരു ഷേപ്പിൽ നിൽക്കുള്ളൂ, ലീനിയർ ആയിട്ട് നിൽക്കുള്ളൂ. നമ്മൾ ഷേപ്പ് പറയാറില്ല. ആദ്യത്തേൻ്റെ N2O ഷേപ്പ്
ലീനിയർ ആണ്, 180 ഡിഗ്രിയിലാണ് നിൽക്കുന്നത്. ഇതിൻ്റെ നമ്മൾ ഷേപ്പ് പറയാറില്ല, ദ ഷേപ്പ് ഈസ് നോട്ട് മെൻഷൻഡ്. ഓക്കെ, ആൻഡ് ദ തേർഡ് വൺ ഈസ് N2O3. ഞാൻ ഓരോ മോളിക്യൂളിൻ്റെയും ഷേപ്പ് അത് ഓർക്കാനുള്ള എളുപ്പത്തിൻ്റെ രീതിയിലാണ് പറയുന്നത്. ആദ്യത്തെ രണ്ടും നമ്മൾ ലൂയിസ് ഡോട്ട് സ്ട്രക്ചർ വരക്കുന്ന രീതിയിൽ പറഞ്ഞുകൊണ്ട് എഴുതി, അല്ലെങ്കിൽ കാണാതെ പഠിച്ചു വെച്ചാലും മതി. N2O3 എഴുതുമ്പോൾ അവിടെ നിങ്ങൾ ഓർക്കേണ്ടത് ഒരു N സിംഗിൾ ബോണ്ട് N ഉണ്ട്, ഇവിടെ ഒരു ഓക്സിജൻ ഉണ്ട്, ഇവിടെ ഒരു ഓക്സിജൻ ഉണ്ട്, ഒരു നൈട്രലിൽ ഒരു ഓക്സിജൻ, രണ്ട് നൈട്രലിൽ രണ്ട് ഓക്സിജൻ, ഒരു നൈട്രൽ ഒരു ഓക്സിജൻ. ഓക്കെ, ആൻഡ് ഈച്ച് ഹാവ് സിംഗിൾ ബോണ്ട്സ് ഇൻ ബിറ്റ്വീൻ. ഓക്കെ, അതിൽ ഓരോ നൈട്രലിലും ഒരു ഡബിൾ ബോണ്ട് ഓക്സിജൻ ഉണ്ടെന്ന് ഓർത്താൽ മതി. ലോൺ പെയർ വരക്കണമെന്ന് നിർബന്ധമില്ല, എഴുതണം നിർബന്ധമില്ല. ഇനി എഴുതണമെങ്കിൽ ഡബിൾ ബോണ്ട് ഓക്സിജൻ ഉള്ളിടത്തൊക്കെ 2 ലോൺ പെയർ കൊടുക്കുക, 2 ലോൺ പെയർ കൊടുക്കുക. സിംഗിൾ ബോണ്ട് ഓക്സിജൻ ഉള്ളിടത്തൊക്കെ 3 ലോൺ പെയറും കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഒരു സ്ട്രക്ചറായി. ഇനി ഇവിടെ 2 ഓക്സിജൻ ആറ്റം ഉണ്ട്, ഇവിടെ ഒരു ഓക്സിജൻ ആറ്റേ ഉള്ളൂ, അപ്പോൾ ഈ നൈട്രജൻ്റെ മേലെ ഒരു ലോൺ പെയറും ഉണ്ട്. ഓക്കെ, ലോൺ പെയർ എഴുതിയിട്ടില്ലെങ്കിലും ഒരു മാർക്കും മിസ്സാവില്ല. ആൻഡ് നെക്സ്റ്റ് സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇവിടെ ഇത് ഡബിൾ ബോണ്ട്, ഇത് സിംഗിൾ ബോണ്ട്. ഇനി അടുത്തതിൽ ഇത് സിംഗിൾ ബോണ്ട്, ഇത് ഡബിൾ ബോണ്ട്. ഓക്കെ, സിംഗിൾ ബോണ്ട് ഇത് ഡബിൾ ബോണ്ട് ഇത്, അതാണ് അടുത്ത പോസിബിലിറ്റി. സോ വെൻ യു ഡ്രോ ദാറ്റ് സ്ട്രക്ചർ N സിംഗിൾ ബോണ്ട് N, സിംഗിൾ ബോണ്ട് O, ഡബിൾ ബോണ്ട് O, ഡബിൾ ബോണ്ട് O. ഓക്കെ, ദാറ്റ് ഈസ് ദ നെക്സ്റ്റ് റെസിഡൻറ്റ് സ്ട്രക്ചർ. ഇപ്പോൾ സിംഗിൾ ബോണ്ട് ഉള്ളതിനൊക്കെ എന്ത് ചെയ്യുക, 3 ലോൺ പെയർ കൊടുക്കുക. ഡബിൾ ബോണ്ട് ഉള്ളതിന് 2 ലോൺ പെയർ, ഒരു ഓക്സിജനുള്ള നൈട്രജൻ ആറ്റത്തിന് 1 ലോൺ പെയർ. ലോൺ പെയർ എഴുതിയിട്ടില്ലെങ്കിലും പ്രശ്നമില്ല എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ ലോൺ പെയർ അവിടെ മെൻഷൻ ചെയ്യുന്നുണ്ടെന്ന് മാത്രം. ഇറ്റ്സ് നോട്ട് നെസസറി. നമ്മൾ ലോൺ പെയർ ആവശ്യമുള്ളിടത്ത് മാത്രമേ എഴുതാറുള്ളൂ. ആൻഡ് ദാറ്റ് സ്ട്രക്ചർ ഈസ് കോൾഡ്, ദിസ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ഇൻ എ പ്ലെയിൻ. സോ ദാറ്റ് സ്ട്രക്ചർ ഈസ് നോൺ ആസ് പ്ലാനാർ. ഓക്കെ, അടുത്തത് NO2. ദ ഫോർത്ത് വൺ ഈസ് NO2. നൈട്രജനിൽ അവിടെ ആക്ച്വലി 5 ഇലക്ട്രോൺസ് ഉണ്ട്, ഓക്സിജനിൽ 6 × 2, സോ ദാറ്റ് ഈസ് 17 ഇലക്ട്രോൺസ്. ഓക്കെ, 2 നൈട്രജൻ ഉള്ളതിലാണ് ഞാൻ ലൂയിസ് ഡോട്ട് സ്ട്രക്ചർ അതും വരക്കാം അല്ലാണ്ട് നേരിട്ട് പറഞ്ഞത്. അതായത് ഒരു എക്സാമ്പിൾ N2O5 ഞാൻ നേരിട്ട് സ്ട്രക്ചർ പറഞ്ഞതാണ്. NO2 ഓഡ് ഇലക്ട്രോൺ മോളിക്യൂളാണ്. അപ്പോൾ ഇവിടെ NO2 നൈട്രജൻ. ഓക്കെ, ആൻഡ് ദാറ്റ് ഈസ് ദ ഷേപ്പ് ഈസ് ആംഗുലാർ ഷേപ്പ്, ഒരു ബെൻഡ് ഷേപ്പാണ്. ഇറ്റ്സ് ഓൾസോ കോൾഡ് ബെൻഡ് ഷേപ്പ്, ആംഗുലാർ ഷേപ്പ് ഓർ ബെൻഡ് ഷേപ്പ്. അപ്പോൾ അവിടെ ഒരു ഓക്സിജൻ, ഇവിടെ സിംഗിൾ ബോണ്ട്, 1 2 3 4 5 6, 1 2 3 4 5 6, 8 8 16. അപ്പോൾ നൈട്രജൻ്റെ മേലെ ഒരു ഇലക്ട്രോൺ. ഓക്കെ, അപ്പോൾ നൈട്രജൻ 1 2 3 4 5 ആയിട്ടേ ഉള്ളൂ, 1 2 3 4 5 ആയിട്ടേ ഉള്ളൂ. സോ കൺവേർട്ട് എനി ഓഫ് ദി ലോൺ പെയർ ഇൻ ടു എ ഡബിൾ ബോണ്ട്. ഓക്കെ, അവിടെ ഒരു ഡബിൾ ബോണ്ട് ആക്കി മാറ്റി. ആൻഡ് ദാറ്റ് ഈസ് വൺ ഓഫ് ദ സ്ട്രക്ചർ. ഇനി ആ ഡബിൾ ബോണ്ടിൻ്റെ പൊസിഷൻ മാറ്റിയാൽ മതി. ഡബിൾ ബോണ്ടിൻ്റെ പൊസിഷൻ എങ്ങനെ മാറ്റും? നൈട്രജൻ, ഇവിടെ ഡബിൾ ബോണ്ട് ഓക്സിജൻ, ഇവിടെ സിംഗിൾ ബോണ്ട് ഓക്സിജൻ. ആവശ്യമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡബിൾ ബോണ്ട് ഉള്ളിടത്ത് 2 ലോൺ പെയർ, സിംഗിൾ ബോണ്ട് ഓക്സിജൻ ഉള്ളിടത്ത് 3 ലോൺ പെയർ, നൈട്രജൻ്റെ മേലെ ഒരു ഇലക്ട്രോൺ, ഓഡ് ഇലക്ട്രോൺ മോളിക്യൂളാണ്. ഓക്കെ, അതാണ് NO2. ആൻഡ് ദ ഷേപ്പ് ഈസ് ആംഗുലാർ ഷേപ്പ് ഓർ ബെൻഡ് ഷേപ്പ്. ഓക്കെ, ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് വി ഷേപ്പ് എന്ന് പറയും. അപ്പോൾ ഈ നൈട്രജൻ ഒരു സിംഗിൾ ഇലക്ട്രോൺ, അൺപെയർഡ് ഇലക്ട്രോൺ ഉള്ളത് കൊണ്ട് തന്നെ അത് സ്റ്റേബിൾ അല്ല. അതുകൊണ്ട് സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു NO2 മറ്റൊരു NO2മായിട്ട് റിയാക്ട് ചെയ്യും. ആൻഡ് ദേ വിൽ ഡൈമറൈസ്. ആൻഡ് ദാറ്റ് ഈസ് N2O4. N2O4 ഈസ് എ ഡൈമർ ഓഫ് NO2. ഓക്കെ, അപ്പോൾ ഇവിടെ N ഡബിൾ ബോണ്ട് ഓണ്ട്, സിംഗിൾ ബോണ്ട് ഓണ്ട്. ഓക്കെ, ഒരു ഇലക്ട്രോൺ അവിടെ ഉണ്ട്. അടുത്ത NO2-ന് ഒരു ഡബിൾ ബോണ്ട് ഓണ്ട്, ഒരു സിംഗിൾ ബോണ്ട് ഓണ്ട്, അവിടെ ഒരു ഇലക്ട്രോൺ ഉണ്ട്. ആ 2 ഇലക്ട്രോണും പെയർ ചെയ്തിട്ട് ദാറ്റ് ഈസ് N2O4. ഓക്കെ, ദാറ്റ് ഈസ് N2O4. ഡബിൾ ബോണ്ട് ഓക്സിജൻ ഉള്ളിടത്ത് 2 ലോൺ പെയർ, സിംഗിൾ ബോണ്ട് ഓക്സിജൻ ഉള്ളിടത്ത് 3 ലോൺ പെയർ. അപ്പോൾ ഇവിടെ അങ്ങനെ തന്നെ 1 2 3 4 5 6. ഓക്കെ, ആൻഡ് ദിസ് ഈസ് N2O4. നിങ്ങൾക്ക് ഇതിവിടെ കാണാൻ പറ്റും N2O4. ഇവിടെ ഡബിൾ ബോണ്ട് 2 ഒരു സൈഡിൽ, ഒന്നെങ്കിൽ അത് താഴെ ഒന്നെങ്കിൽ അത് മേലെ. ഇനി അടുത്ത റെസിഡൻറ്റ് സ്ട്രക്ചർ ചോദിക്കുകയാണെങ്കിൽ N ഡബിൾ ബോണ്ട് O, സിംഗിൾ ബോണ്ട് O, സിംഗിൾ ബോണ്ട് N, സിംഗിൾ ബോണ്ട് O, ഡബിൾ ബോണ്ട് O. ഡബിൾ ബോണ്ട് 2 ഓപ്പോസിറ്റ് സൈഡിലുള്ള ഒരു പോസിബിലിറ്റി. ആൻഡ് ദാറ്റ് ഷേപ്പ് ഈസ് ഓൾസോ കോൾഡ് പ്ലാനാർ ഷേപ്പ്. ഓക്കെ, അപ്പോൾ നമ്മൾ സ്ട്രക്ചറും ഓഫ് 5th സ്ട്രക്ചർ ഓൾസോ ഡിസ്കസ്ഡ്. 1 2 3 4 5.
and the last one, that is N2O5. N2O5ൻ്റെ സ്ട്രക്ചർ നമ്മളൊന്ന് ശ്രദ്ധിച്ച് ചെയ്യണം. ഈ ലൂയിസ് ഡോട്ട് സ്ട്രക്ചർ വഴിയൊന്നും പറ്റില്ല. അവിടെ NN ബോണ്ട് ഇല്ല, ദാറ്റ് ഈസ് NON ബോണ്ടാണ്. NON ബോണ്ട്. ഓക്കെ, എന്നിട്ട് ഇവിടെ ഒരു ഡബിൾ ബോണ്ട് ഓക്സിജൻ, ഒരു സിംഗിൾ ബോണ്ട് ഓക്സിജൻ, ഒരു ഡബിൾ ബോണ്ട് ഓക്സിജൻ, ഒരു സിംഗിൾ ബോണ്ട് ഓക്സിജൻ. ഓക്കെ, ആൻഡ് ദാറ്റ് സ്ട്രക്ചർ ഈസ് ഗിവൺ ഹിയർ. ഞാൻ എഴുതിയ സ്ട്രക്ചർ അവിടെ ഉള്ളത്. അപ്പോൾ ഡബിൾ ബോണ്ട് ഉള്ളിടത്തൊക്കെ 1 2 3 4 കൊടുക്കാം. 1 2 3 4 2 ലോൺ പെയർ. സിംഗിൾ ബോണ്ട് ഉള്ളിടത്ത് 1 2 3 4 5 6 3 ലോൺ പെയർ. 1 2 3 4 5 6. ഓക്കെ, അതേപോലെ ഇവിടെ സിംഗിൾ ബോണ്ട് ആണെങ്കിലും 2 ഭാഗത്തേക്ക് ബോണ്ട് ഉണ്ട്, അതുകൊണ്ട് അവിടെ 2 എണ്ണം. ഓക്കെ, ആൻഡ് ദിസ് ഈസ് ദ സ്ട്രക്ചർ ഓഫ് N2O5. ഇനി ഈ ഡബിൾ ബോണ്ടുകൾ ഓപ്പോസിറ്റ് സൈഡിലുള്ളത് എഴുതാം. ദാറ്റ് ഈസ് N ഡബിൾ ബോണ്ട് O, സിംഗിൾ ബോണ്ട് O, സിംഗിൾ ബോണ്ട് O, N സിംഗിൾ ബോണ്ട് O, ഡബിൾ ബോണ്ട് O. ഞാനിത് ലോൺ പെയർ എഴുതാതെ എഴുതിയത്. ലോൺ പെയർ എഴുതുകയാണെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡബിൾ ബോണ്ട് ഉള്ളിടത്ത് 2 ലോൺ പെയറും സിംഗിൾ ബോണ്ട് ഉള്ളിടത്ത് 1 ലോൺ പെയറും. ആൻഡ് ദിസ് അബൌട്ട് ദ കംപ്ലീറ്റ്ലി അബൌട്ട് ദ ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ. ഏതെങ്കിലും 2 ഓക്സൈഡിൻ്റെ സ്ട്രക്ചറൊക്കെ എഴുതാൻ പറയും. ഏതോ ഒരു വർഷം റെസൊണൻസ് സ്ട്രക്ചർ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാ പോസിബിലിറ്റി എഴുതുക. അല്ലാത്ത കേസിൽ ഏതെങ്കിലും ഒരു സ്ട്രക്ചർ എഴുതിയാലും മതി. റെസൊണൻസ് സ്ട്രക്ചർ അത്ര വിഷയമുള്ള കാര്യമൊന്നുമല്ല, ജസ്റ്റ് മനസ്സിലാക്കി വെക്കാം. ആൻഡ് ദ ലാസ്റ്റ് സ്ട്രക്ചർ ഓൾസോ പ്ലാനാർ. അപ്പോൾ N2O5, N2O4 അത് രണ്ടും പ്ലാനാറാണ്. ഓക്കെ, N2O3യും പ്ലാനാറാണ്. ദാറ്റ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ഇൻ എ പ്ലെയിൻ. NO2 ഈസ് ആംഗുലാർ ബെൻഡ് ഓർ വി ഷേപ്പ്. ആൻഡ് NOൻ്റെ സ്ട്രക്ചർ നമ്മൾ പറയില്ല. ആക്ച്വലി ഇത് ലീനിയർ എന്ന് പറഞ്ഞുകൂടാ, കാരണം ഒരു ബോണ്ട്, 2 ബോണ്ടുകൾ തമ്മിലുള്ള ആംഗിളാണ് ബോണ്ട് ആംഗിൾ. ഇപ്പോൾ എയും ബിയും തമ്മിലൊരു ബോണ്ട് ഉണ്ടെങ്കിൽ അവിടെ ബോണ്ട് ആംഗിൾ പറയാനില്ല. പക്ഷേ എയിൽ നിന്നും 2 ബി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ബോണ്ട് ആംഗിൾ 180 ഡിഗ്രി ലീനിയർ എന്ന് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് അവിടെ NOക്ക് സ്ട്രക്ചർ മെൻഷൻ ചെയ്യാത്തത്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ഈസ് എ ക്വസ്റ്റ്യൻ, വൈ ഡസ് NO2 ഡൈമറൈസ്? NO2ൻ്റെ മേലെ ഒരു ഓഡ് ഇലക്ട്രോൺ ഉണ്ട്. ആ ഓഡ് ഇലക്ട്രോൺ എന്താണ്, ഓഡ് മോളിക്യൂൾ ആയതുകൊണ്ട് ഇറ്റ് ഈസ് അൺസ്റ്റേബിൾ. സോ ടു ഗെറ്റ് സ്റ്റെബിലിറ്റി ഇറ്റ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു എ സ്റ്റേബിൾ N2O4. ഓക്കെ, എക്സ്പ്ലനേഷൻ അവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? NO2 ഹാസ് ആൻ ഓഡ് ഇലക്ട്രോൺ, ഒരു ഓഡ് ഇലക്ട്രോൺ ഉണ്ട്. സോ ഇറ്റ് ഈസ് ഡൈമറൈസ്ഡ്. സോ ആ ഓഡ് ഇലക്ട്രോൺ ഉണ്ടെന്ന് അവിടെ പറഞ്ഞാൽ മതി. സോ ഇറ്റ് ഈസ് ഡൈമറൈസ്ഡ് to a stable N2O4 molecule. N2O4 molecule. Okay, odd electron, so it is unstable. Okay, odd electron molecule unstable ആണ്. Thus it is dimerized to a stable N2O4 molecule. odd electron ഉള്ളതുകൊണ്ട് unstable ആണെന്ന് പറയാം, അതുകൊണ്ട് അത് ഡൈമറൈസ് ചെയ്യുന്നു. What is the covalence of nitrogen in N2O5? N2O5-നകത്തുള്ള നൈട്രജൻ്റെ കൊവാലൻസ് ഡബിൾ ബോണ്ട് O, സിംഗിൾ ബോണ്ട് O, ഇവിടെ ഓക്സിജൻ, നൈട്രജൻ, ഡബിൾ ബോണ്ട് O, സിംഗിൾ ബോണ്ട് O ആണ്. അപ്പോൾ അവിടെ എത്ര ബോണ്ടുകളുണ്ട്? 1 2 3 4 ബോണ്ടുകളേ ഉള്ളൂ. 4 ബോണ്ടുകൾ മാത്രമേ ഉള്ളൂ. കാരണം നൈട്രജന് 1s2, 2s2, 2p3 ആണ്. 2p3. അപ്പോൾ എസ് എന്ന് പറഞ്ഞാൽ അതൊരു ഓർബിറ്റലാണ്, പി എന്ന് പറഞ്ഞാൽ 3 ഓർബിറ്റലാണ്, 4 ഓർബിറ്റൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ കൊവാലൻസ് ഇസ് ഈക്വൽ ടു 4 ആണ്. ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇസ് ഈക്വൽ ടു +5 ആണ്. മനസ്സിലായോ? ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഈസ് +5. ഓക്കെ, അപ്പോൾ അത് ഒന്ന് നോക്കുക. ഇവിടെ കൊവാലൻസ് 4ഉം ഓക്സിഡേഷൻ സ്റ്റേറ്റ് +5 ആണ്. ആൻഡ് ദ നെക്സ്റ്റ് ടോപ്പിക് ഈസ് നൈട്രിക് ആസിഡ്. That is focus area. That is an oxo acid of nitrogen. That is a very important oxo acid of nitrogen. Okay, അത് നമ്മൾ ഫോക്കസ് ഏരിയയിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ഫോസ്ഫറസ് ഈസ് ദ സെക്കൻഡ് എലമെൻറ്റ്. ആഫ്റ്റർ നൈട്രജൻ ദർ ഈസ് ഫോസ്ഫറസ്. ഓക്കെ, അപ്പോൾ ഫോസ്ഫറസിന് 3 ഇമ്പോർട്ടൻറ്റ് അലോട്രോപ്പിക് ഫോംസ് ഉണ്ട്. വാട്ട് ഈസ് അലോട്രോപ്പിക് ഫോംസ്? അലോട്രോപ്പിക് ഫോംസ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഡിഫറെൻറ്റ് ഫിസിക്കൽ ഫോംസ് ആണ്. ഒരേ കെമിക്കൽ കമ്പോസിഷനാണ്, ബട്ട് ഡിഫറെൻറ്റ് ഫിസിക്കൽ ഫോംസ്. നമുക്ക് കാർബൺ അലോട്രോപ്പുകളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. കാർബണിൽ നമുക്ക് ഡയമണ്ട് ഉണ്ട്, ഗ്രാഫൈറ്റ് ഉണ്ട്, കാർബൺ ബ്ലാക്ക് ഒക്കെ ഉണ്ട്. അതേപോലെ ഫോസ്ഫറസിന് 3 അലോട്രോപ്പുകൾ. അതിലൊന്ന് വൈറ്റ് ഫോസ്ഫറസ് ആൻഡ് ഇറ്റ്സ് ഫോർമുല ഈസ് P4 മോളിക്യൂൾ. P4 ആണ്. വൈറ്റ് ഫോസ്ഫറസ് ഈസ് എ ട്രാൻസ്ലൂസെൻറ്റ് വൈറ്റ് വാക്സി സോളിഡ്. ട്രാൻസ്ലൂസെൻറ്റ് എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് സെമി ട്രാൻസ്പാരൻ്റ് ആണ്. ആൻഡ് ഇറ്റ് ഈസ് ഹൈലി പോയിസണസ്, ഇൻസൊല്യൂബിൾ ഇൻ വാട്ടർ ബട്ട് സൊല്യൂബിൾ ഇൻ
കാർബൺ ഡൈസൾഫൈഡ്. കാർബൺ ഡൈസൾഫൈഡ് is CS2. CS2 soluble ആണ്. ഗ്ലോസ് ഇൻ ഡാർക്ക്. നമ്മൾ അത് ഇരുട്ടത്ത് വെച്ചാൽ അത് എന്ത് ചെയ്യും? തിളങ്ങും. ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് കെമിലൂമിനസെൻസ്. അപ്പോൾ കെമിലൂമിനസെൻസ് എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി ഈ ഫോസ്ഫറസിനുണ്ട്. ആൻഡ് ഇറ്റ് ഡിസോൾവ്സ് ഇൻ ബോയിലിംഗ് NaOH. NaOHിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻ എൻ ഇനേർട്ട് അറ്റ്മോസ്ഫിയർ, മറ്റ് ഗ്യാസുകളൊന്നും ഉണ്ടാവരുത്, ഇനേർട്ട് അറ്റ്മോസ്ഫിയറിൽ നമ്മളത് ബോയിലിംഗ് NaOHിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ഫോസ്ഫൈൻ PH3. ഓക്കെ, അപ്പോൾ അവിടെ ഫോർമുല എന്താ? P4 റിയാക്ടിങ് വിത്ത് സോഡിയം ഹൈഡ്രോക്സൈഡ്, അക്വ സൊല്യൂഷൻ ആണ്, സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ ആണ്. സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന് വെച്ചാൽ സോളിഡ് ആണ്, അതിനെ വാട്ടറിലേക്ക് ആഡ് ചെയ്തു. ആൻഡ് യു ആർ ഗെറ്റിംഗ് PH3 പ്ലസ് 3NaH2PO2, ദാറ്റ് ഈസ് സോഡിയം ഹൈപ്പോഫോസ്ഫൈറ്റ്. ഇവിടെ PH3 ഫോം ചെയ്യുന്നു എന്ന് ഓർത്താൽ മതി. ഓക്കെ, ദാറ്റ് ഇസ് ദ പ്രോപ്പർട്ടീസ് ഓഫ് വൈറ്റ് ഫോസ്ഫറസ്. ആൻഡ് ദിസ് വൈറ്റ് ഫോസ്ഫറസ് ഹാസ് എന്താ ടെട്രാഹെഡ്രൽ സ്ട്രക്ചർ. ഇറ്റ് ഈസ് ടെട്രാഹെഡ്രൽ P4 മോളിക്യൂൾ ആണ്. അപ്പോൾ ടെട്രാഹെഡ്രൽ ആണ്. ഇതിൻ്റെ ഇടയിലുള്ള ആംഗിൾ എന്ന് പറയുമ്പോൾ ഈ ഫോസ്ഫറസ് ഇങ്ങോട്ടൊരു ബോണ്ട്, ഇവിടെ ഒരു ബോണ്ട്, ഇവിടെ ഒരു ബോണ്ട്, ഇവിടെ ഒരു ബോണ്ട്, ഇവിടുന്ന് ഇങ്ങോട്ടൊരു ബോണ്ട്, ഇവിടുന്ന് ഇങ്ങോട്ടൊരു ബോണ്ട്, ഓരോ ഫോസ്ഫറസ് തമ്മിലും ബോണ്ടുണ്ട്. അതിൻ്റെ ഇടയിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് 60 ഡിഗ്രിയാണ്. അപ്പോൾ 60 ഡിഗ്രിയിലാണ് ഇവർ ഓരോ ഫോസ്ഫറസും ഉള്ള ബോണ്ടുകളും നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് സ്ട്രെയിൻ ഉണ്ട്. ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഓക്കെ, ഇതെന്താണ് അടുത്തടുത്ത് നിൽക്കുന്നു, അതുകൊണ്ട് സ്ട്രെയിൻ ഉണ്ട്, അതുകൊണ്ട് ഇത് ഹൈലി റിയാക്റ്റീവ് ആണ്. ഹൈലി റിയാക്റ്റീവ് ആവാനുള്ള കാരണം അവരുടെ ആംഗുലാർ സ്ട്രെയിൻ ആണ്. ദാറ്റ് ഈസ് ആ ചെറിയ ആംഗിൾ കൊണ്ടുണ്ടായിട്ടുള്ള ഒരു സ്ട്രെയിൻ അവിടെ ഉണ്ട്, ആംഗുലാർ സ്ട്രെയിൻ അവിടെ ഉണ്ട്. ഓക്കെ, ആംഗുലാർ സ്ട്രെയിൻ. White phosphorus is less stable and therefore more reactive than other forms of phosphorus. That is due to the angular strain of P4 molecule. It is because of the angular strain in P4 molecule where the angles are only 60 degree. Okay, അപ്പോൾ അത് അടുത്ത ഒരു അതിൻ്റെ ഷേപ്പും അതിൻ്റെ പ്രോപ്പർട്ടിയുമാണ്. ആൻഡ് ഇതിൻ്റെ മറ്റൊരു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞിട്ട് നമ്മൾ വെറുതെ ഫോസ്ഫറസ് തുറന്നു വെച്ചാൽ ഇറ്റ് റെഡിലി ക്യാച്ചസ് ഫയർ. ഓക്കെ, ടു ഗിവ് വൈറ്റ് ഡെൻസ് ഫ്യൂംസ് ഓഫ് P4O10. അപ്പോൾ നമ്മൾ ഫോസ്ഫറസിനെ വെറുതെ തുറന്നു വെച്ചാൽ അത് ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് അത് P4O10 ആയിട്ട് മാറും. ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, when phosphorus is exposed to air, their white dense fumes are formed. Why? Because it catches fire on exposure to air and forms white fumes of P4O10. ഓക്കെ, അപ്പോൾ അത്രയും അതിൻ്റെ പ്രോപ്പർട്ടീസാണ്. നമ്മളത് പറഞ്ഞു. ഹൈലി പോയിസണസ് ആണെന്ന് പറഞ്ഞു. അത് NaOHുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഫോസ്ഫൈൻ കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞു. അവിടെ ലെസ് സൊല്യൂബിൾ ഇൻ വാട്ടർ ആണെന്ന് പറഞ്ഞു. ഹൈലി സൊല്യൂബിൾ ഇൻ കാർബൺ ഡൈസൾഫൈഡ്, അങ്ങനെ കുറച്ച് പ്രോപ്പർട്ടീസ് പറഞ്ഞു. ലെസ് സ്റ്റേബിൾ ആണ്. ഓക്കെ, അതിൻ്റെ കാരണം ആംഗുലാർ സ്ട്രെയിൻ ആണ്. ഇറ്റ് റെഡിലി ക്യാച്ചസ് ഫയർ ഓൺ എക്സ്പോഷർ ടു എയർ പറഞ്ഞു. മാത്രമല്ല അതിന് കെമിലൂമിനസെൻസ്, ഇറ്റ്സ് ഗ്ലോസ് ഇൻ ഡാർക്ക്. ഇത്രയും പ്രോപ്പർട്ടീസ് നമ്മൾ വൈറ്റ് ഫോസ്ഫറസിനെ കുറിച്ച് പറഞ്ഞു. ആൻഡ് ദ നെക്സ്റ്റ് ഈസ് റെഡ് ഫോസ്ഫറസ്. ഈ റെഡ് ഫോസ്ഫറസ് ആക്ച്വലി ഫോം ചെയ്യുന്നത് വൈറ്റ് ഫോസ്ഫറസിൽ നിന്നാണ്. റെഡ് ഫോസ്ഫറസ് ഈസ് ഒബ്റ്റെയിൻഡ് ബൈ ഹീറ്റിംഗ്. അതിൻ്റെ പ്രിപ്പറേഷനാണ്. ഇറ്റ് ഈസ് ഒബ്റ്റെയിൻഡ് ബൈ ഹീറ്റിംഗ് വൈറ്റ് ഫോസ്ഫറസ് അറ്റ് 573 Kelvin. Temperature is not that much important in this case. In an inert atmosphere for several days. ഒരുപാട് ദിവസം റെഡ് ഫോസ്ഫറസിനെ ഏകദേശം 573 Kelvinൽ വെച്ചിട്ട് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റെഡ് ഫോസ്ഫറസ് ഫോം ചെയ്യും. അതിൻ്റെ ഓൾമോസ്റ്റ് റെഡ് കളറായിരിക്കും. ഒരു അയൺ ഗ്രേ ലെസ്ചറാണ്. ശരിക്കും ഒരു അയണിൻ്റെ, ഒരു ഇരുമ്പിൻ്റെ കളറാണ്. ഇറ്റ് ഈസ് ഓർഡർലെസ്, നോൺ പോയിസണസ്. ഇതിന് പോയിസണസ് നേച്ചറില്ല, ഓർഡർലെസ് ആണ്. ഇറ്റ് ഈസ് ഓൾസോ ഇൻസൊല്യൂബിൾ ഇൻ വാട്ടർ ആസ് വെൽ ആസ് ഇൻ കാർബൺ ഡൈസൾഫൈഡ്. മറ്റേത് കാർബൺ ഡൈസൾഫൈഡിൽ CS2 എന്തായിരുന്നു? സൊല്യൂബിൾ ആയിരുന്നു. ഇത് CS2 ഇൻസൊല്യൂബിൾ ആണ്. കെമിക്കലി റെഡ് ഫോസ്ഫറസ് ഈസ് മച്ച് ലെസ് റിയാക്റ്റീവ് ദാൻ വൈറ്റ് ഫോസ്ഫറസ്. മറ്റതിനെ പോലെ റിയാക്ടിവിറ്റി ഇല്ല, റിയാക്ടിവിറ്റി വളരെ കുറവാണ്. ആൻഡ് ഇറ്റ് ഡസ് നോട്ട് ഗ്ലോസ് ഇൻ ഡാർക്ക്. ദാറ്റ് മീൻസ് നോ കെമിലൂമിനസെൻസ്. ആൻഡ് ഈ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരു P4 മോളിക്യൂൾ എന്ന് വെച്ചാൽ ഇവിടെ ഒരു ഫോസ്ഫറസ്, അവിടെ നിന്നൊരു ഫോസ്ഫറസ്, ഇവിടെ നിന്നൊരു ഫോസ്ഫറസ്, ഇങ്ങോട്ടേക്കൊരു ഫോസ്ഫറസ്, ഇങ്ങനെയാണ് അതിൻ്റെ സ്ട്രക്ചർ ഉണ്ടാവുക. ഓക്കെ, അതേപോലെ ഒരു P4 മോളിക്യൂൾ, അടുത്തത് ഫോസ്ഫറസ്, ഇങ്ങനെ ഒരു ടെട്രാഹെഡ്രലായിട്ട്. ഓക്കെ, ഇങ്ങനെയാണ് സ്ട്രക്ചർ ഉണ്ടാവുക. ആ സ്ട്രക്ചറിൽ ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട്, വിച്ച് ബോണ്ട്? ദിസ് ബോണ്ട് ഈസ് ബ്രോക്കൺ. അതേപോലെ ഈ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് നമ്മളതിനെ ഹീറ്റ് ചെയ്യുമ്പോൾ ആ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യും? ആ ബോണ്ട് ഇങ്ങനെ ഇങ്ങോട്ടും അതേപോലെ ഇങ്ങോട്ടേക്കും. ഓക്കെ, ഇവിടെ ഉണ്ടായിരുന്ന ബോണ്ട് ഇങ്ങോട്ടേക്കും, ഇവിടെ ഉണ്ടായിരുന്ന ബോണ്ട് ഇങ്ങോട്ടേക്കും, അപ്പുറത്തുള്ള ബോണ്ട് ഇങ്ങോട്ടേക്കും. അങ്ങനെ ഒരു പോളിമറിക് സ്ട്രക്ചർ കിട്ടും. സോ റെഡ് ഫോസ്ഫറസ് ഈസ് പോളിമറിക് ഇൻ നേച്ചർ. ഇൻ കണ്ടെയ്ൻസ് ചെയിൻസ് ഓഫ് P4 ടെട്രാഹെഡ്രൽ ലിങ്ക്ഡ് ടുഗദർ. ഒരുപാട് ടെട്രാഹെഡ്രൽ ഇങ്ങനെ ലിങ്ക് ചെയ്ത് വെച്ചതുപോലെ ഉണ്ടായിരിക്കും. ഓക്കെ, ആൻഡ് ദിസ് അബൌട്ട് റെഡ് ഫോസ്ഫറസ്, വെരി സിമ്പിൾ. ആൻഡ് ദ നെക്സ്റ്റ് ഈസ് ബ്ലാക്ക് ഫോസ്ഫറസ്. ബ്ലാക്ക് ഫോസ്ഫറസ് രണ്ട് ടൈപ്പ് ഉണ്ട്.
and that is alpha black phosphorus and beta black phosphorus. Okay, അപ്പോൾ ആൽഫ ബ്ലാക്ക് ഫോസ്ഫറസ് എങ്ങനെ ഉണ്ടാക്കുന്നു? ഇറ്റ് ഈസ് ഫോംഡ് വെൻ റെഡ് ഫോസ്ഫറസിൽ നിന്നാണ് ഈസ് ഹീറ്റഡ് ഇൻ എ സീൽഡ് ട്യൂബ്. ഒരു സീൽ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ട്യൂബ് എടുക്കുക. ദർ ഇസ് എ ട്യൂബ്. ആ ട്യൂബിനകത്ത് അതിനെ സീൽ ചെയ്ത് വെച്ചതിന് ശേഷം അതിനകത്തേക്ക് നമ്മൾ എന്തെടുക്കണം? വി ഷുഡ് ടേക്ക് റെഡ് ഫോസ്ഫറസ് എടുക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? അതിനെ ഹീറ്റ് ചെയ്യണം. അതിനെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ആൽഫ ബ്ലാക്ക് ഫോസ്ഫറസ്. അതിൻ്റെ ഒരു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഇറ്റ് അണ്ടർഗോ സബ്ലിമേഷൻ എന്ന് വെച്ചാൽ സോളിഡ് സ്റ്റേറ്റിൽ നിന്ന് നേരെ ഗ്യാസ് ആവും. ഓക്കെ, ഇൻ എയർ ആൻഡ് ഹാസ് എ ഒപ്പാക്ക്. മറ്റത് ട്രാൻസ്ലൂസൻ്റ് ആയിരുന്നു ആദ്യത്തത്. ഇത് ഒപ്പാക്കാണ്. ഒപ്പാക്ക് എന്ന് വെച്ചാൽ എന്താ പറയുക, ഒട്ടും ലൈറ്റിനെ കടത്തിവിടാത്തത്. മോണോക്ലിനിക് സ്ട്രക്ചർ നമ്മൾ സോളിഡ് സ്റ്റേറ്റിൽ പഠിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ റോംബോ ഹെഡ്രൽ സ്ട്രക്ചർ ആയിരിക്കും. ഇറ്റ് ഡസ് നോട്ട് ഓക്സിഡൈസ് ഇൻ എയറിൽ അതെന്ത് ചെയ്യുന്നില്ല, ഓക്സിഡേഷൻ നടക്കുന്നില്ല. ഇറ്റ് ഡസ് നോട്ട് ക്യാച്ചസ് ഫയർ. ഓക്കെ, ആൻഡ് ബീറ്റ ബ്ലാക്ക് ഫോസ്ഫറസ് പ്രിപ്പയർ ചെയ്യുന്നത് വൈറ്റ് ഫോസ്ഫറസിൽ നിന്നാണ്. ആൽഫ ബ്ലാക്ക് ഫോസ്ഫറസ് പ്രിപ്പയർ ചെയ്യുന്നത് റെഡ് ഫോസ്ഫറസിൽ നിന്നാണ്. ഓക്കെ, അപ്പോൾ അവിടെ ബീറ്റ ബ്ലാക്ക് ഫോസ്ഫറസ് ഇസ് പ്രിപ്പയർഡ് ബൈ ഹീറ്റിംഗ് വൈറ്റ് ഫോസ്ഫറസ് അറ്റ് 473 Kelvin അണ്ടർ ഹൈ പ്രഷർ. ഇറ്റ് ഡസ് നോട്ട് ബേൺ ഇൻ എയർ അപ് ടു 673 Kelvin. 673 Kelvin വരെ ഇതെന്ത് ചെയ്യില്ല, ബേൺ ചെയ്യില്ല. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമുക്ക് അലോട്രോപ്സ് ഓഫ് ഫോസ്ഫറസിനെ പറ്റി പഠിക്കാനുള്ളത്. അപ്പോൾ ഫോസ്ഫറസിൽ ആദ്യത്തത് അലോട്രോപ്സ് ഓഫ് ഫോസ്ഫറസ്, ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ഫോസ്ഫൈൻ. ദ ഫോർമുല ഈസ് PH3 ആണ്. അതിൻ്റെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്, ഒരു മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു. എന്ത് ചെയ്യുക, നമ്മൾ വൈറ്റ് ഫോസ്ഫറസ് എടുത്തിട്ട് വൈറ്റ് ഫോസ്ഫറസ് വിത്ത് കോൺസെൻട്രേറ്റഡ് NaOH, ഓക്കെ, ആൻഡ് 3H2O എന്ന് വെച്ചാൽ അക്വസ് NaOH. ഫോസ്ഫൈനും കിട്ടും, അതേപോലെ സോഡിയം ഹൈപ്പോഫോസ്ഫൈറ്റും കിട്ടും. നമ്മൾ ഓൾറെഡി അത് വൈറ്റ് ഫോസ്ഫറസിൻ്റെ പ്രോപ്പർട്ടീസിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ റിയാക്ടിങ് കാൽഷ്യം ഫോസ്ഫൈഡ് വിത്ത് വാട്ടർ ഓർ ഡൈല്യൂട്ട് HCl. കാൽഷ്യം ഫോസ്ഫൈഡ് എന്ന് വെച്ചാൽ Ca3P2. ഓക്കെ, Ca3P2 എന്ന് വെച്ചാൽ കാൽഷ്യത്തിന് +2ഉം ഫോസ്ഫറസ് നൈട്രനെ പോലെ -3ഉം ആണ്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ Ca3P2 കിട്ടും. ഈ Ca3P2യിലേക്ക് ഒന്നെങ്കിൽ എന്ത് ചെയ്യുക, വാട്ടർ ആഡ് ചെയ്യുക, 6H2O. അപ്പോൾ അവിടെ നമുക്ക് കിട്ടേണ്ട എന്താണ്, ഫോസ്ഫൈൻ 2PH3 പ്ലസ് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ആണ്. CaOH ട്വൈസ് ആണ്. ഇത് 3 കാൽഷ്യം ഹൈഡ്രോക്സൈഡ്. അതേപോലെ നമ്മൾ Ca3P2യിലേക്ക് 6HCl ആഡ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് 2PH3. 2 PH3 കിട്ടും. കാൽഷ്യം ഹൈഡ്രോക്സൈഡിന് പകരം കാൽഷ്യം ക്ലോറൈഡ്. ഓക്കെ, ദാറ്റ് ഈസ് ഗിവൺ ഹിയർ. അപ്പോൾ ഫോസ്ഫൈൻ്റെ ഒരു മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ, സെക്കൻഡ് മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ, ആൻഡ് തേർഡ് ഈസ് എ ലബോറട്ടറി മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ. ദാറ്റ് ഈസ് ബൈ ഹീറ്റിംഗ് വൈറ്റ് ഫോസ്ഫറസ് വിത്ത് കോൺസെൻട്രേറ്റഡ് ബോയിലിംഗ് NaOH. അതായത് ഹീറ്റ് ചെയ്യുന്നതിൻ്റെ ബോയിലിംഗ് NaOH ഇൻ ഇനേർട്ട് അറ്റ്മോസ്ഫിയർ കിട്ടാൻ വേണ്ടിയിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ആഡ് ചെയ്യും. ഓക്കെ, ദാറ്റ്സ് എ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ. ആൻഡ് ദ നെക്സ്റ്റ് ഈസ് പ്രോപ്പർട്ടീസ്. ഇതൊക്കെ ജസ്റ്റ് പറയാനേ ഉള്ളൂ, നോട്ട് വായിച്ചാൽ തന്നെ മനസ്സിലാവുന്നതാണ്. അധികം എക്സ്പ്ലെയിൻ ചെയ്യാനില്ലാത്തൊരു ഏരിയ ആണിത്. ഓക്കെ, ജസ്റ്റ് നമ്മൾ സെമിനാറൊക്കെ കൊടുക്കുന്ന ടൈപ്പ് ഒരു ടോപ്പിക്കാണ്. ഇറ്റ് ഈസ് എ കളർലെസ് ഗ്യാസ് വിത്ത് റോട്ടൻ ഫിഷ് സ്മെൽ. ഇറ്റ് ഈസ് ഹൈലി പോയിസണസ്. ഓക്കെ, ഇറ്റ് എക്സ്പ്ലോഡ്സ് ഇൻ കോൺടാക്ട് വിത്ത് ട്രേസസ് ഓഫ് ഓക്സിഡൈസിങ് ഏജന്റ് ലൈക്ക് HNO3, ക്ലോറിൻ ആൻഡ് ബ്രോമിൻ. അതായത് ഫോസ്ഫൈലിലേക്ക് നമ്മൾ HNO3യോ ക്ലോറിനോ ബ്രോമിനോ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും, എക്സ്പ്ലോഡ് ചെയ്യും. ഇറ്റ് ഈസ് സ്ലൈറ്റ്ലി സൊല്യൂബിൾ ഇൻ വാട്ടർ. ഓക്കെ, the solution of PH3 in water decomposes in the presence of light, giving red phosphorus and H2. PH3നെ നമ്മൾ വാട്ടറിൽ ലൈറ്റിൻ്റെ പ്രസൻസിൽ വെച്ച് കഴിഞ്ഞാൽ അത് തിരിച്ച് റെഡ് ഫോസ്ഫറസും ഹൈഡ്രനുമായിട്ട് മാറും. ആൻഡ് ഫോസ്ഫൈൻ ഈസ് വീക്ക്ലി ബേസിക് ആൻഡ് ലൈക്ക് അമോണിയ ഗിവ്, അതായത് NH3 ഒരു ബേസാണ്. NH3 ബേസാണ്. എന്നാൽ PH3 എന്താണ്, അതും ബേസാണ്, ബട്ട് ഇറ്റ് ഈസ് ലെസ് ബേസിക്. അത് ASH3യിലേക്ക് പോകുമ്പോൾ എന്താണ്, ബേസിസിറ്റി വീണ്ടും കുറയും. കാരണം എന്താ, ലോൺ പെയറിനെ കൊടുക്കുന്ന ആളുകളാണ് ആര്, ബേസസ് എന്ന് പറയുന്നത്. നൈട്രജൻ ഒരു സ്മോളർ ആറ്റമാണ്. ആ നൈട്രജൻ്റെ മേലെ ഉള്ള ലോൺ പെയർ ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുതലാണ്. കാരണം ചെറിയ ആറ്റത്തിൻ്റെ മേലെ 2 ഇലക്ട്രോൺ, ഇത് കുറച്ചുകൂടി വലിയ ആറ്റത്തിൻ്റെ മേലെ 2 ഇലക്ട്രോൺ, ഇത് കുറച്ചുകൂടി വലിയ ആറ്റത്തിൻ്റെ മേലെ 2 ഇലക്ട്രോൺ. അപ്പോൾ ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുമ്പോൾ ബേസിസിറ്റി കൂടും. ഓക്കെ, അപ്പോൾ അത് വീക്ക്ലി ബേസിക് ആണ്. നമ്മളിപ്പോൾ NH3യിലേക്ക് നമ്മൾ HCl ആഡ് ചെയ്യുകയാണെങ്കിൽ അത് അമോണിയം ക്ലോറൈഡ് ഉണ്ടാക്കും, അമോണിയം കോമ്പൗണ്ട്സ് ഉണ്ടാക്കും, അമോണിയം ക്ലോറൈഡ് അല്ലെ അമോണിയം ബ്രോമൈഡ് ഉണ്ടാക്കും. അതേപോലെ PH3യിലേക്ക് നിങ്ങൾ HCl ആഡ് ചെയ്യുകയാണെങ്കിൽ അത് PH4Cl. മറ്റേതിന് അമോണിയം എന്ന് പറഞ്ഞതുപോലെ ഇത് ഫോസ്ഫോണിയമാണ്. അതേപോലെ PH3 പ്ലസ് HBr
ഫോസ്ഫോണിയം ബ്രോമൈഡ്. ഇതാണ് പ്രോപ്പർട്ടീസ്. എനി ടു പ്രോപ്പർട്ടീസ് എന്നോ അങ്ങനെയൊക്കെ ചോദിക്കുക. ഓക്കെ, അപ്പോൾ ഫോസ്ഫൈൻ്റെ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ സാധാരണ ചോദിക്കുന്നതാണ്. ആൻഡ് എനി ടു പ്രോപ്പർട്ടീസ്. ഓക്കെ, ജസ്റ്റ് ഓർത്ത് വെക്കുക. ക്ലിയർ? ദ നെക്സ്റ്റ് ഈസ് യൂസസ് ഓഫ് PH3. PH3ൻ്റെ ഒരു യൂസ് എന്ന് പറയുന്നത് ജസ്റ്റ് ഇങ്ങനെ എഴുതിയാൽ മതി, ഹോം സിഗ്നൽ. ഹോം സിഗ്നൽ എന്ന് വെച്ചാൽ നമ്മൾക്ക് അതായത് ഈ ഷിപ്പ് സെയിലിങ്ങിലൊക്കെ, അതായത് കപ്പലിൽ യാത്ര ചെയ്യുന്ന സമയത്ത് സിഗ്നൽ കൊടുക്കാൻ വേണ്ടിയിട്ട് പണ്ട് യൂസ് ചെയ്തിരുന്ന ഒരു മെത്തേഡാണ് ഈ ഹോം സിഗ്നൽ. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു കണ്ടെയ്നർ എടുക്കും. ആ കണ്ടെയ്നറിനകത്ത് കാൽഷ്യം ക്ലോറൈഡ്, ഓക്കെ, കാൽഷ്യം ക്ലോറൈഡ് ആഡ് ചെയ്യുന്നത് ആദ്യമുള്ള വാട്ടറിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. ആദ്യം വാട്ടർ ഉണ്ടാവരുത്, ഇറ്റ് ഈസ് എ വാട്ടർ അബ്സോർബൻറ്റ്. പിന്നീട് നമ്മൾ അതിലേക്ക് CA3P2 ആഡ് ചെയ്യും. CA3P2. ഈ CA3P2 ആഡ് ചെയ്ത കാൽഷ്യം ക്ലോറൈഡും ഉള്ള ഈ കണ്ടെയ്നർ നമ്മൾ എന്ത് ചെയ്യും, സിയിലേക്ക് എറിയും. അപ്പോൾ CA3P2 എന്ത് ചെയ്യും, കാൽഷ്യം ഫോസ്ഫൈഡ് എന്ത് ചെയ്യും, 6H2O റിയാക്ട് ചെയ്തിട്ട് അവിടെ 2PH3 ഫോസ്ഫൈൻ ഫോം ചെയ്യും. ആൻഡ് യു വിൽ ഗെറ്റ് CaOH ട്വൈസ്. അപ്പോൾ അവിടെ ഫോസ്ഫൈൻ എന്ത് ചെയ്യുന്നുണ്ട്, ഫോം ചെയ്യുന്നുണ്ട്. അങ്ങനെ ഫോം ചെയ്ത ഫോസ്ഫൈൻ ഡിക്കമ്പോസസ് ഇൻ വാട്ടർ. വാട്ടറിൽ ഡിക്കമ്പോസ് ചെയ്യുന്ന സമയത്ത് വാട്ടറിൽ അത് ഡിക്കമ്പോസ് ചെയ്യുന്നു. നമ്മൾ പഠിച്ചു, പ്രോപ്പർട്ടീസിൽ അത് പഠിച്ചിട്ടുണ്ട്. ഡിക്കമ്പോസ് ചെയ്തിട്ട് അവിടെ P4 ഉണ്ടാവും, ദാറ്റ് കാച്ചസ് ഫയർ. ഓക്കെ, അതേപോലെ ഹൈഡ്രജൻ ഗ്യാസും ഉണ്ടാവും. അപ്പോൾ ഹൈഡ്രജനും ഒരു കമ്പസ്റ്റിബിൾ ഗ്യാസാണ്. അപ്പോൾ അവിടെ ഒരു തീ ഉണ്ടാവും. അപ്പോൾ അവിടെ ആ തീയാണ് എന്താകുന്നത്, സിഗ്നൽ ആവുന്നത്. അപ്പോൾ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടും ചോദിക്കില്ല, ഞാൻ മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞതാണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ഹോം സിഗ്നൽ. സീൽ, ഓക്കെ, ഇറ്റ് സെർവ് ആസ് എ സിഗ്നൽ. ഇവിടെ കൊടുത്തിട്ടുണ്ട്, കണ്ടെയ്നേഴ്സ് കണ്ടെയ്നിങ് കാൽഷ്യം കാർബൈഡ് ആൻഡ് കാൽഷ്യം ഫോസ്ഫൈഡ് ആർ പിയേഴ്സ്ഡ് ആൻഡ് ത്രോൺ ഇൻ ടു ദ സീ വെൻ ദ ഗ്യാസസ് ഇവോൾവ് ടു ബേൺ ആൻഡ് സെർവ് ആസ് സിഗ്നൽ. ഇറ്റ് വിൽ ഓൾസോ യൂസ്ഡ് ഇൻ സ്മോക്ക് സ്ക്രീൻ. സ്മോക്ക് സ്ക്രീൻ എന്ന് വെച്ചാൽ ഈ പട്ടാളക്കാരൊക്കെ മിലിറ്ററൻസ് ഒക്കെ എന്ത് ചെയ്യും, ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒരു പുകമറ ഉണ്ടാക്കും. ആ പുകമറ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫോസ്ഫൈൻ യൂസ് ചെയ്യാറുണ്ട്. ഫോസ്ഫൈൻ എന്ത് ചെയ്യും, ആ ഫോസ്ഫൈന് വാട്ടറിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ അത് ഡിക്കമ്പോസ് ചെയ്തിട്ട് P4H2 ഉണ്ടാവും. ആൻഡ് ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് എ സ്മോക്ക് സ്ക്രീൻ. അത്രേ ഉള്ളൂ. ഓക്കെ, ആൻഡ് ഇൻ വാട്ട് വേ ക്യാൻ ഇറ്റ് പ്രൂവ്ഡ് ദാറ്റ്? അടുത്ത ക്വസ്റ്റ്യൻ ആണ്, PH3 ഈസ് ബേസിക് ഇൻ നേച്ചർ. PH3ൻ്റെ ബേസിക് നേച്ചർ അറിയണമെങ്കിൽ PH3നെ ഒരു ആസിഡിലേക്ക് ആഡ് ചെയ്യണം. അത് നിങ്ങൾക്ക് HCl-ലേക്ക് ആഡ് ചെയ്യാം, HBr-ലേക്ക് ആഡ് ചെയ്യാം, HI-ലേക്ക് ആഡ് ചെയ്യാം. ഓക്കെ, എന്ന് വെച്ചാൽ PH3നെ നമ്മൾ HX-ലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് യു ആർ ഗെറ്റിംഗ് PH4 + X-. ഇവിടെ HI-യുമായിട്ടുള്ള റിയാക്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബേസിക് നേച്ചർ കാണിക്കാൻ ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിച്ചാൽ മതി. അപ്പോൾ അത് HI ഒക്കെയാണ് ബെസ്റ്റാണ്. ഇറ്റ്സ് എ വെരി സ്ട്രോങ് ആസിഡ്. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് ടോപ്പിക് ഈസ് ഫോസ്ഫറസ് ഹാലൈഡ്സ്. PCl3-യും PCl5-യും ഫോക്കസ് ഏരിയ ആണ്, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഇൻ ഗ്രൂപ്പ് 15 ഈസ് ഓക്സോ ആസിഡ്സ് ഓഫ് ഫോസ്ഫറസ്. ഫോസ്ഫറസിൻ്റെ ഓക്സോ ആസിഡുകൾ എടുക്കുമ്പോൾ അതിൽ ആദ്യത്തത് H3PO4 ആണ് എടുക്കുന്നതെന്ന് വിചാരിച്ചോ. H3PO4 അതിവിടെ ഉണ്ട്, H3PO4, ആൻഡ് ദാറ്റ് ഈസ് നോൺ ആസ് ഓർത്തോഫോസ്ഫോറിക് ആസിഡാണ് H3PO4. നമ്മളതിന് എഴുതുക P, ആദ്യം ഒരു OH എഴുതുക, പിന്നെ ഒരു ഡബിൾ ബോണ്ട് O എഴുതുക. ഓക്കെ, എന്നിട്ട് പിന്നെയും ഹൈഡ്രജനും ഓക്സിജനും ഉണ്ടെങ്കിൽ വീണ്ടും OH എഴുതുക, പിന്നെയും ഹൈഡ്രജനും ഓക്സിജനും ഉണ്ടെങ്കിൽ വീണ്ടും OH എഴുതുക. ഓക്കെ, ഇതാണ് നമ്മളുടെ ഓർത്തോഫോസ്ഫോറിക് ആസിഡ് ഓർ സിംപ്ലി ഫോസ്ഫോറിക് ആസിഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ അസിഡിറ്റിക്ക് കാരണമായിട്ടുള്ള ഹൈഡ്രജൻ എല്ലാം OH മേലായിരിക്കും. ഇവിടെ സംഭവിക്കുക, ഈ ഡബിൾ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും, ഇവിടെ മൈനസ് ഇവിടെ പ്ലസ് ആവും. ആ സമയത്ത് ഫോസ്ഫറസ് ഇതിൻ്റെ കയ്യിൽ നിന്ന് വിഡ്രോ ചെയ്യും, ഓക്സിജൻ്റെ കയ്യിൽ നിന്ന്. അപ്പോൾ ഓക്സിജൻ ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആകുമ്പോൾ ഹൈഡ്രൻ്റെ കയ്യിൽ നിന്ന് വിഡ്രോ ചെയ്തിട്ട് അതിനെ H+ ആക്കും. അപ്പോൾ അസിഡിറ്റിക്ക് കാരണമായിട്ടുള്ള OH മൊത്തം എന്തായിരിക്കും, H+ മൊത്തം OHൻ്റെ മേലെയായിരിക്കും. അപ്പോൾ അസിഡിറ്റിക്ക് കാരണമായിട്ടുള്ള അല്ലെങ്കിൽ ബേസുമായിട്ട് റിയാക്ട് ചെയ്യുന്ന H+ൻ്റെ എണ്ണത്തിനെ നമുക്ക് ബേസിസിറ്റി എന്ന് പറയാം. ബേസിസിറ്റി ഓഫ് എൻ ആസിഡ് എന്ന് പറഞ്ഞാൽ ബേസുമായിട്ട് റിയാക്ട് ചെയ്യുന്ന H+ൻ്റെ എണ്ണമാണ്. ഇതിൻ്റെ ബേസിസിറ്റി 3 ആണ്. ഓക്കെ, ഇറ്റ് ഈസ് എ ട്രൈ ബേസിക് ആസിഡ് ആണ്. ഓക്കെ, അപ്പോൾ അത് H3PO4. നമുക്ക് ഓരോന്നിൻ്റെയും പേരും കാര്യങ്ങളും പിന്നീട് നോക്കാം. അടുത്ത് H3PO3 എടുക്കുകയാണ്. H3PO3 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഓർത്തോഫോസ്ഫോറസ് ആസിഡ്. മറ്റേത് ഓർത്തോഫോസ്ഫോറിക്, ഇത് ഓർത്തോഫോസ്ഫോറസ്. ഓക്കെ, അപ്പോൾ അവിടെ H3PO3 എടുത്തു കഴിഞ്ഞാൽ ഫോസ്ഫറസ്, OH, ഡബിൾ ബോണ്ട് O, വീണ്ടും ഓക്സിജനും ഹൈഡ്രജനും ഉണ്ട്, OH, ഓക്സിജൻ കഴിഞ്ഞു H. ഇതിൻ്റെ ബേസിസിറ്റി 3 അല്ല, ഇതിൻ്റെ ബേസിസിറ്റി എത്ര OH ഉണ്ട് നോക്കുക.
അതിൽ നിന്നേ H+ വരുള്ളൂ. ഇവിടെ ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് വളരെ കുറവാണ്, ഈ H+ പുറത്തേക്ക് വരില്ല. സോ ബേസിസിറ്റി ഈസ് ഈക്വൽ ടു 2 ആണ്. ബേസിസിറ്റി ഈസ് ഈക്വൽ ടു 2. അപ്പോൾ ഇവിടെ POH ബോണ്ടിൻ്റെ എണ്ണം 2 ആണ്, PH ബോണ്ടിൻ്റെ എണ്ണം 1 ആണ്, P ഡബിൾ ബോണ്ട് O ബോണ്ടിൻ്റെ എണ്ണം 1 ആണ്. നേരത്തെ POH ബോണ്ടിൻ്റെ എണ്ണം 3 ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ എഴുതുക. ഇനി ഒന്നുകൂടി എഴുതാം. ദാറ്റ് ഈസ് H3PO2. H3PO2. H3PO2 ഈസ് ഹൈപ്പോഫോസ്ഫറസ് ആസിഡ്. നമ്മളിപ്പോൾ പറഞ്ഞത് ഓർത്തോഫോസ്ഫോറിക്, ഓർത്തോഫോസ്ഫറസ്, ഹൈപ്പോഫോസ്ഫറസ്. ആൻഡ് ഫോസ്ഫറസ് OH ഡബിൾ ബോണ്ട് O, അവിടെ ഓക്സിജൻ കഴിഞ്ഞു, പിന്നെ H. അപ്പോൾ ഇതിൻ്റെ ബേസിസിറ്റി എത്രയാണ്? ബേസിസിറ്റി ഈസ് ഈക്വൽ ടു 1 ആണ്. ഓക്കെ, അപ്പോൾ കാരണം POH ബോണ്ട് 1 ഉള്ളൂ, PH ബോണ്ട് എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം ഉണ്ട്. P ഡബിൾ ബോണ്ട് O ബോണ്ട് എത്ര എണ്ണം ഉണ്ട്? P ഡബിൾ ബോണ്ട് O ബോണ്ട് 1 ഉണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ 3 എണ്ണത്തിൻ്റെത് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ എത്രയാണ് ഇതിൻ്റെ ബേസിസിറ്റി എന്നുള്ളത് നമുക്ക് അതിൻ്റെ സ്ട്രക്ചർ വരച്ചുകൊണ്ട് ഡിസ്കസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഒന്ന് ഹൈപ്പോഫോസ്ഫറസ് ആസിഡ് H3PO2, അവിടെ ഫോസ്ഫറസിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ +1 ആണ്, ഓക്സിജന് -2, മറ്റേ ഹൈഡ്രജന് +1 കൊടുത്താൽ ഇത് +1 ആണ്. അതിലൊരു POH, 2 PH, എന്താണ്, ഒരു 1 P ഡബിൾ ബോണ്ട് O ഗ്രൂപ്പ്. അതിൻ്റെ പ്രിപ്പറേഷൻ നമുക്ക് ആവശ്യമില്ല. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞത് ഓർത്തോഫോസ്ഫറസ് H3PO3 +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്, 2 POH, ഒരു PH, ഒരു P ഡബിൾ ബോണ്ട് O. പിന്നെ ഞാൻ പറഞ്ഞത് ഓർത്തോഫോസ്ഫോറിക് ആസിഡ് H3PO4 ആണ്, +5 ഓക്സിഡേഷൻ സ്റ്റേറ്റ്, 3 POH, നമ്മൾ ട്രൈ ബേസിക് ആണ്, ഒരു P ഡബിൾ ബോണ്ട് O, ഒറ്റ PH ഇല്ല. ഓക്കെ, അപ്പോൾ അതിൻ്റെ സ്ട്രക്ചേഴ്സ് ഞാനിപ്പോൾ ഡിസ്കസ് ചെയ്തതിൻ്റെ സ്ട്രക്ചേഴ്സ് അല്ലാത്ത കുറച്ച് ഓക്സോ ആസിഡ്സോ ഫോസ്ഫറസിൻ്റെ സ്ട്രക്ചേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. H3PO4 ഓർത്തോഫോസ്ഫോറിക് ആസിഡ് 3 OH ഇവിടെ കാണാം. ഓക്കെ, പിന്നെ ഒന്ന് H3PO3, അവിടെ 2 OH കാണാം. ബേസിസിറ്റി എത്രയാണ്? 2 ആണ്. ഇവിടെ ബേസിസിറ്റി 3 ആണ്. ഓക്കെ, എത്ര PO ബോണ്ട് ഉണ്ട്, എത്ര POH ബോണ്ട് ഉണ്ട്, എത്ര PH ബോണ്ട് ഉണ്ട്? ഇവിടെ PH ബോണ്ട് ഇവിടെ എത്ര ആണ്? 1 ആണുള്ളത്. ഓക്കെ, ഇവിടെ ബേസിസിറ്റി ഈസ് ഈക്വൽ ടു 1 ആണ്, 2 PH ബോണ്ട് ഉണ്ട്. ഓക്കെ, H3PO2. ഈ 3 എണ്ണമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അടുത്ത ഇവിടെ ഒന്ന് കാണാം പൈറോഫോസ്ഫോറിക് ആസിഡ്. പൈറോ എന്ന് വെച്ചാൽ ഹീറ്റിംഗ് ആണ്. അപ്പോൾ ഫോസ്ഫോറിക് ആസിഡിനെ എന്ത് ചെയ്യണം? ഓർത്തോഫോസ്ഫോറിക് ആസിഡ് ഈസ് ഓൾസോ കോൾഡ് ഫോസ്ഫോറിക് ആസിഡ്. അതിനെ ഹീറ്റ് ചെയ്തിട്ടാണ് ഇത് കിട്ടുന്നത്. അപ്പോൾ നമ്മളൊരു ഫോസ്ഫോറിക് ആസിഡിൻ്റെ സ്ട്രക്ചർ നിങ്ങൾക്ക് എഴുതാൻ അറിയാമെങ്കിൽ നിങ്ങൾക്ക് അവിടെ പൈറോഫോസ്ഫോറിക് ആസിഡിൻ്റെ സ്ട്രക്ചറും എഴുതാൻ പറ്റും. എങ്ങനെ എഴുതുക? ആദ്യത്തേത് നമ്മൾ എന്ത് ചെയ്യും? ഫോസ്ഫറസ് എടുക്കുന്നു, ഒരു OH എഴുതുന്നു. ഓക്കെ, ഒരു ഡബിൾ ബോണ്ട് O, പിന്നെ ഓക്സിജനും ഹൈഡ്രജനും ഉണ്ട്, പിന്നെയും ഓക്സിജനും ഹൈഡ്രജനും ഉണ്ട്. ഓക്കെ, അതാണ് H3PO4. അതേപോലെ ഒന്നുകൂടി എടുക്കുക, P ഡബിൾ ബോണ്ട് O, ഇവിടെ OH, 3 OH. ഓക്കെ, അത് നിങ്ങൾക്ക് സ്ട്രക്ചർ എന്ത് ചെയ്യാം? ഇവിടെ കാണാൻ പറ്റും. എന്നിട്ട് ഇതിനെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒന്ന് ഒരു OHഉം ഇവിടെ നിന്ന് ഒരു Hഉം, H2O പോവും. ആൻഡ് ദർ ഈസ് എ ബോണ്ട് ബിറ്റ്വീൻ ദീസ് 2 ഫോസ്ഫറസ്, POP ബോണ്ടാണ്, POP ബോണ്ട്. ഓക്കെ, ആൻഡ് ദാറ്റ് ഈസ് ദിസ് സ്ട്രക്ചർ. ദിസ് ഈസ് പൈറോഫോസ്ഫോറിക് ആസിഡ്. അപ്പോൾ ഓർത്തോഫോസ്ഫോറിക് ആസിഡിനെ ഹീറ്റ് ചെയ്തിട്ടാണ് പൈറോഫോസ്ഫോറിക് ആസിഡ് കിട്ടിയത്. അടുത്ത പൈറോഫോസ്ഫോറസ് ആസിഡാണ്. പൈറോഫോസ്ഫോറസ് ആസിഡിൻ്റെ സ്ട്രക്ചർ അവിടെ കൊടുത്തിട്ടുണ്ട്. പൈറോഫോസ്ഫോറസ് ആസിഡിൽ ഒരു കാര്യം മനസ്സിലാക്കുക, അവിടെ P ഡബിൾ H4, ഇവിടെ ഒന്ന് H4P2O5 ആണ്, P2O5. അവിടെ P ഡബിൾ ബോണ്ട് O ഇല്ലാത്ത ആസിഡാണത്. ഓക്കെ, സോ അത് നമ്മൾ ഈ രീതിയിൽ എഴുതാൻ പറ്റില്ല. POH, 2 OH. അത് ഏതിലുണ്ട്? നമുക്ക് ഫോസ്ഫോറസ് ആസിഡിൽ 2 OH ഉണ്ട്. ഓക്കെ, അവിടെ H ഇല്ല, POH. ഓക്കെ, ഇവിടെ ഒരു POH, ഇവിടെ ഒരു POH, പിന്നെ ഇവിടെ ഒരു ഓക്സിജൻ ഇങ്ങനെ ബോണ്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ സ്ട്രക്ചർ നമുക്കൊരിക്കലും ഇത് എഴുതിയതുപോലെ അങ്ങനെ എഴുതാൻ പറ്റില്ല, ഇത് വേറെ തന്നെ പഠിക്കണം. പിന്നെ അവിടെ ഉള്ളത് മെറ്റാഫോസ്ഫോറിക് ആസിഡാണ്. അതിൽ പോളി മെറ്റാഫോസ്ഫോറിക് ആസിഡ് ഉണ്ട്, സൈക്ലോ ട്രൈ മെറ്റാഫോസ്ഫോറിക് ആസിഡ് ഉണ്ട്. സൈക്ലോ ട്രൈ മെറ്റാഫോസ്ഫോറിക് ആസിഡിൽ ഒരു ഫോസ്ഫറസ്, ഒരു ഓക്സിജൻ, ഒരു ഫോസ്ഫറസ്, ഇവിടെ ഒരു ഓക്സിജൻ, ആൾട്ടർനേറ്റ് ആയിട്ട് ഫോസ്ഫറസ് ഓക്സിജൻ കൊടുക്കുക. ഓക്കെ, ആൾട്ടർനേറ്റ് ആയിട്ട് ഫോസ്ഫറസ് ഓക്സിജൻ. ഇപ്പോൾ ഇവിടെ ഒരു ഓക്സിജൻ ഉണ്ടാവും. ഇനി ഓരോ ഫോസ്ഫറസിലും ഒരു ഡബിൾ ബോണ്ട് ഓയും ഒരു OHഉം കൊടുത്താൽ മതി. ഓക്കെ, ഒരു ഡബിൾ ബോണ്ട് ഓയും ഒരു OHഉം, ഇവിടെ ഒരു ഡബിൾ ബോണ്ട് ഓയും ഇവിടെ ഒരു OHഉം. അപ്പോൾ ഇതിൻ്റെ ബേസിസിറ്റി എത്രയാണ്? ബേസിസിറ്റി ഈസ് ഈക്വൽ ടു 3 ആണ്. ബേസിസിറ്റി ഈസ് ഈക്വൽ ടു 3. ഇതിൻ്റെ ബേസിസിറ്റി എത്രയാണ്? 4 ആണ്. ഇതിൻ്റെ ബേസിസിറ്റി എത്രയാണ്? 4 ആണ്. ഇനി അതേപോലെ പോളിമറിക് ആയിട്ട് എഴുതുകയാണെങ്കിൽ പോളിമറിക്, ദാറ്റ് ഈസ് പോളി മെറ്റാഫോസ്ഫോറിക് ആസിഡ്, അവിടെ നമ്മൾ എഴുതേണ്ടത് P ഡബിൾ ബോണ്ട് O എഴുതുക, ഒരു OH എഴുതുക.
ഓക്കെ. എന്നിട്ട് ഇവിടേക്ക് ഒരു O, അതിങ്ങനെ ഇങ്ങോട്ടേക്ക് പോളിമറൈസ് ചെയ്തിട്ടുണ്ട്. അടുത്ത O, അടുത്ത P ഡബിൾ ബോണ്ട് O, ഓക്കെ. അവിടെ നിന്നും ഒരു OH, ഇവിടെ നിന്നൊരു O, അതിങ്ങനെ പോളിമറൈസ് ചെയ്ത് ഇങ്ങനെ ഒരു വേവി ലൈൻ, വേവി ലൈനായിട്ട് കാണിച്ചാൽ മതി. അത് ഇവിടെ 3 യൂണിറ്റ് എഴുതിയിട്ടുണ്ട്, 2 എഴുതിയിട്ട് വേവി കൊടുത്താലും മതി. ദാറ്റ് ഈസ് പോളി മെറ്റാഫോസ്ഫോറിക് ആസിഡ്. ഓക്കെ. അതിൻ്റെ ബേസിസിറ്റി നമുക്ക് പറയാൻ പറ്റില്ല, കാരണം എത്ര യൂണിറ്റ് ഉണ്ട് അതിനനുസരിച്ച്. ഇത് ഇവിടെ നിന്ന് അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യാണ്. ഈ സ്ട്രക്ചറിൽ 3 ഉണ്ട്, പക്ഷേ അവിടെ നിന്ന് അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യുന്നതുകൊണ്ട് എത്രയെന്ന് പറയാൻ പറ്റില്ല. ദാറ്റ് ഈസ് n ടൈംസ്. എത്ര എണ്ണം ഉണ്ടോ അതിനനുസരിച്ച് ഓരോ ഫോസ്ഫറസിലും ഓരോ OH. എത്ര ഫോസ്ഫറസ് ഉണ്ടോ അത്രയും OH യൂണിറ്റ്സും അത്രയും ബേസിസിറ്റി ഉണ്ടായിരിക്കും. Then let's go back to this column. ഓക്കെ. അതിൽ സ്ട്രക്ചർ കൊടുക്കാത്ത ഒരു ഫോർമുല കൂടി ഇവിടെ ഉണ്ട്. ദാറ്റ് ഈസ് ഹൈപ്പോഫോസ്ഫോറിക് ആസിഡ് H4P2O6. അതിൻ്റെ സ്ട്രക്ചർ അവിടെ കൊടുത്തിട്ടില്ല. ഇവിടെ 4POH, ഒരു P ഡബിൾ ബോണ്ടോ ഒരു PP ബോണ്ടുള്ള ഒരു സ്ട്രക്ചറാണത്. ഓക്കെ. അതിൻ്റെ സ്ട്രക്ചർ അവിടെ നമുക്ക് തന്നിട്ടില്ല. ഒരു ഫോസ്ഫറസ് ബോണ്ട് അവിടെ ഉണ്ട്. ഓക്കെ. H4P2O6 ആണ്. എത്ര OH ഉണ്ട്? 4 OH. അപ്പോൾ 1 2 3, ഓക്കെ, 4 OH. ഓക്കെ. പിന്നെ എത്ര ഡബിൾ ബോണ്ടോ ഉണ്ട്? ഒരു ഡബിൾ ബോണ്ടോ. അത് നിങ്ങൾക്ക് ഏത് സൈഡിലേക്ക് എഴുതാം. ഓക്കെ. ഇതാണ് H4P2O6. അതിൻ്റെ സ്ട്രക്ചർ അവിടെ കൊടുത്തിട്ടില്ല. ഓരോന്നിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കൊടുക്കാൻ അറിയാലോ. ഓക്കെ. ബാക്കിയുള്ള എല്ലാം ഇവിടെ തന്നിട്ടുണ്ട്. മെറ്റാഫോസ്ഫോറിക് ആസിഡ് HPO3 n ടൈംസ്. അത് സൈക്ലോ ട്രൈ മെറ്റാഫോസ്ഫോറിക് ആസിഡോ അല്ലെങ്കിൽ പോളി മെറ്റാഫോസ്ഫോറിക് ആസിഡോ ആയിട്ട് വരാം. ഇവിടെ സൈക്ലോ ആണ് എഴുതിയത്. അപ്പോൾ ഇത് 3 ടൈംസ് ഉള്ളതിൻ്റെതാണ് ഇവിടെ എഴുതിയത്. 3POH, 3P ഡബിൾ ബോണ്ടോ, 3POP ബോണ്ട്. ഓക്കെ. നമ്മൾ ആ സൈക്ലിക് ആയിട്ട് എഴുതിയില്ല അത്. ഓക്കെ. അപ്പോൾ ഈ ഒരു കോളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എത്ര POH ഉണ്ട്, എത്ര PO ഉണ്ട്, എത്ര PH ഉണ്ട്, ഏതിലൊക്കെയാണ്, ഒന്നിൽ മാത്രമാണ് PP ബോണ്ട് ഉള്ളത്, ഏതിലൊക്കെ POP ബോണ്ട് ഉണ്ട്, ഓക്കെ, POP ബോണ്ട് ഉണ്ട് എന്നുള്ളതും കൂടി ശ്രദ്ധിച്ചാൽ. ദിസ് മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ഒരിക്കലും ചോദിക്കാറില്ല. ആൻഡ് ഇറ്റ്സ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അത്രയും ഉണ്ടെങ്കിൽ അതെന്താണ്? ഓക്സോ ആസിഡ്സ് ഓഫ് ഫോസ്ഫറസ് ഈസ് ഓക്കെ. ആ ഒരു പോർഷൻ ഓക്കെയാണ്. ഓക്കെ. അതിൻ്റെ ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഓർത്തോഫോസ്ഫോറസ് ആസിഡ് എന്ന് വെച്ചാൽ H3PO3 ആണ്. ദാറ്റ് അണ്ടർഗോ ഡിസ്പ്രപ്പോർഷനേഷൻ എന്ന് വെച്ചാൽ എന്താ? റിഡോക്സ് റിയാക്ഷൻ ഇൻ വിച്ച് ദ സെയിം എലമെൻറ്റ് ഇറ്റ് സെൽഫ് ഈസ് ഓക്സിഡൈസ്ഡ് ആൻഡ് റെഡ്യൂസ്ഡ്. നമ്മളിവിടെ -2 × 3 +1 × 3 അങ്ങനെ ആകുമ്പോൾ ഇത് +3 ആണ്. ഓക്കെ. ഇവിടെ -2 × 4, ഇവിടെ +1 × 3, അപ്പോൾ അത് +5 ആണ്. അപ്പോൾ +3യിൽ നിന്നും +5ലേക്ക് ഓക്സിഡേഷൻ ആണ്. ഇവിടെ എന്താ ഉള്ളത്? ദാറ്റ് ഈസ് -3. അപ്പോൾ ഇവിടെ +3യിൽ നിന്ന് -3ലേക്ക് റിഡക്ഷൻ ആണ്. അപ്പോൾ ഓർത്തോഫോസ്ഫോറസ് ആസിഡിന് ഡിസ്പ്രപ്പോർഷനേഷൻ ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ഓക്കെ. അതേപോലെ തന്നെ നമുക്ക് ഈ ഓക്സോ ആസിഡ്സിൻ്റെ ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, ഏത് ഓക്സോ ആസിഡിലാണോ PH ബോണ്ട് ഉള്ളത്, they have strong reducing properties, they are acting as reducing agent. ഇതിൽ നിന്നും ഫോസ്ഫറസ് ഹൈഡ്രജൻ ബോണ്ടിൽ നിന്നും ഹൈഡ്രജൻ ആറ്റമായിട്ട് പുറത്തേക്ക് പോവും. അപ്പോൾ ഇവർക്ക് എന്താണ്? ഓക്സിഡേഷൻ ആണ്. അവർ റെഡ്യൂസിങ് ഏജൻസ് ആയിരിക്കും. അപ്പോൾ നമ്മൾ H3PO3 എടുത്തു കഴിഞ്ഞാൽ അവിടെ ഫോസ്ഫറസ് OH ഡബിൾ ബോണ്ട് O, ഓക്കെ, വീണ്ടും ഒരു OH, അവിടെ ഓക്സിജൻ കഴിഞ്ഞ് പിന്നെ ഒരു ഹൈഡ്രജൻ, അവിടെ ഒരു PH ബോണ്ട് ഉണ്ട്, അതിന് റെഡ്യൂസിങ് ക്യാരക്ടർ ഉണ്ട്. ഇനി H3PO2 എടുത്തു കഴിഞ്ഞാൽ H3PO2 എന്ന് പറയുമ്പോൾ H3PO2 ഫോസ്ഫറസ് OH ഡബിൾ ബോണ്ട് O, ഓക്കെ, പിന്നെ അവിടെ 2 ഹൈഡ്രജനാണ്. അപ്പോൾ അവിടെ PH ബോണ്ട് 2 ഉണ്ട്, അതുകൊണ്ട് അതിന് റെഡ്യൂസിങ് ക്യാരക്ടർ കൂടുതലാണ്. അപ്പോൾ ആസിഡ് വിച്ച് കണ്ടെയ്ൻ മോർ PH ബോണ്ട് ഹാവ് മോർ റെഡ്യൂസിങ് ക്യാരക്ടർ എന്തായിരിക്കും? അവർക്ക് കൂടുതലായിരിക്കും. ഓക്കെ. അപ്പോൾ H3PO2ൻ്റെ ഒരു റെഡ്യൂസിങ് ക്യാരക്ടർ അവിടെ കൊടുത്തിട്ടുണ്ട്. അവർ AgNO3നെ മെറ്റാലിക് സിൽവർ ആക്കി മാറ്റുന്നു. AgNO3 ബിക്കംസ് Ag. ഓക്കെ. ജസ്റ്റ് ഓർത്താൽ മതി. അപ്പോൾ H3PO2 ആണ് കൂട്ടത്തിൽ ഏറ്റവും ഗുഡ് റെഡ്യൂസിങ് ഏജൻറ്റ്, കാരണം അവർക്ക് PH ബോണ്ടുകളുടെ എണ്ണം കൂടുതലാണ്. ആർക്കാണോ PH ബോണ്ടിൻ്റെ എണ്ണം കൂടുതലുള്ളത് അവർ സ്ട്രോങ് റെഡ്യൂസിങ് ക്യാരക്ടർ ഉണ്ടായിരിക്കും, സ്ട്രോങ് റെഡ്യൂസിങ് ഏജൻസ് ആയിരിക്കും. And there are 2 questions finally. How do you account for the reducing behavior of H3PO2? എന്തുകൊണ്ടാണ് H3PO2-ലകത്ത് 2 PH ബോണ്ട് ഉണ്ട്? അത് തന്നെ, ഹൈഡ്രജൻ ഈസ് ഡയറക്ട്ലി ബോണ്ടഡ് ടു ഫോസ്ഫറസ് ആറ്റം. വാട്ട് ഈസ് ദ ബേസിസിറ്റി ഓഫ് H3PO4? ബേസിസിറ്റി സാധാരണ ചോദിക്കുന്നതാണ്. POH ഡബിൾ ബോണ്ട് O, H3PO4 ആണ്, അപ്പോൾ OH. അപ്പോൾ അതിൻ്റെ ബേസിസിറ്റി എത്രയാണ്? ദാറ്റ്സ് ഈക്വൽ ടു 3 ആണ്. വാട്ട് ഹാപ്പൻസ് വെൻ H3PO3 ഈസ് ഹീറ്റഡ്? H3PO3 ഹീറ്റ് ചെയ്യുമ്പോൾ ദേ ആർ അണ്ടർഗോയിങ് ഡിസ്പ്രപ്പോർഷനേഷൻ. H3PO3 H3PO4-ഉം
ഫോസ്ഫൈനും PH3 ആയിട്ട് മാറുന്നു എന്നുള്ളത് നമ്മൾ ജസ്റ്റ് മുമ്പ് ഡിസ്കസ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഗ്രൂപ്പ് 50 ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, ആൻഡ് ഇൻ ദ നെക്സ്റ്റ് സെഷൻ വിൽ സ്റ്റാർട്ട് ഗ്രൂപ്പ് 16, ദാറ്റ് ഈസ് ഓക്സിജൻ ഫാമിലി. താങ്ക് യു.